ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. ഫസ്റ്റ് ഇയറിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള രണ്ട് ചാപ്റ്റേഴ്സാണ്. ഒന്ന് റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും. അപ്പോൾ അതിൽ ഈ റെസ്പിറേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും. അതായത് ക്വസ്റ്റ്യൻ വൈസാണ് ഞാൻ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്താ വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പല ക്വസ്റ്റ്യൻസും ഈ അടുത്ത കാലങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഐഡിയ കിട്ടിയാൽ മാത്രമാണ് നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ബൈഹേർട്ട് ചെയ്യാനൊന്നുമില്ല. ഈ സൈക്കിളുകൾ ആണ് കുറച്ച് ബൈഹേർട്ട് ചെയ്യാനുള്ളൂ. പക്ഷേ കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഈ ഒരു ചാപ്റ്റർ, മറ്റേതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തടത്തൊക്കെ സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ പറയും. പക്ഷേ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് ഇത് ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റെസ്പിറേഷൻ എന്താണ്? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓക്സിജനും വലിച്ചെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്ത് കൊടുക്കുന്നു, ഇത്രയല്ലേ. പക്ഷെ സത്യത്തിൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, respiration is the process of release of energy release ചെയ്യുന്ന process ആണ്. Release of energy by the oxidation of organic food materials in the living cell. അതായത് നമ്മുടെ ലിവിങ് സെല്ലിലുള്ള ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽസ്, നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുമല്ലോ, ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. ഓക്കെ, ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ ലിവിങ് സെൽ അല്ലേ. ദെൻ ഇതിന്റെ റിയാക്ഷൻസ് നോക്കൂ. ദ റിയാക്ഷൻസ് കൺട്രോൾഡ് ബൈ എൻസൈംസ് and trapped in the form of ATP. അപ്പോൾ ഈ ഫുഡ് മെറ്റീരിയൽസിലുള്ള എനർജിയെ ATP ഫോമിലാണ് ട്രാപ്പ് ചെയ്ത് വെക്കുന്നത്. കണ്ട, ATPയുടെ ഫോമിലാണ് അവസാനം ഈ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്ക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡ് മെറ്റീരിയൽസിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ATPയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് പറയാ? റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി അത് പറയണം കേട്ടോ. ഇനി നമ്മൾ പോകണം റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എന്താണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഇപ്പൊ നോക്കൂ, ഇതൊക്കെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകളാണ്. നമ്മുടെ രാവിലെ ദോശ കഴിക്കും, എഗ്ഗ് കഴിക്കും, ബീഫ് കഴിക്കും അല്ലേ, വെജിറ്റബിൾസ് കഴിക്കും. അപ്പൊ നമ്മുടെ ഫുഡ് മെറ്റീരിയൽസിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും നമ്മൾ എന്ത് പറയും? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയും. അപ്പൊ ശരിക്കും റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്താണ്? നോക്കൂ, the raw materials taking part in the റെസ്പിറേഷനിൽ പങ്കെടുക്കുന്ന റോ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കും. ദെൻ ഈ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകൾ എന്താവാം? മേ ബി കാർബോഹൈഡ്രേറ്റ് ആവാം അല്ലേ, നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട്, അപ്പൊ അത് കാർബോഹൈഡ്രേറ്റ് ആവാം. കാർബോഹൈഡ്രേറ്റുകളാവാം, പ്രോട്ടീൻസ് ആവാം, നമ്മൾ മുട്ട കഴിക്കുന്നുണ്ട്, ബീഫ് കഴിക്കുന്നുണ്ട്, ചിക്കൻ കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻസ് ആവാം, ഫാറ്റ്സ് ആവാം, ഓയിൽസ് ആവാം, ഓർഗാനിക് ആസിഡ്സ് ആവാം. അപ്പൊ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം, പ്രോട്ടീൻസ് എന്ന് പറയാം, ഫാറ്റ് എന്ന് പറയാം, ഓയിൽ എന്ന് പറയാം, ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയാം. അപ്പൊ റെസ്പിറേഷനിൽ പങ്കെടുക്കുന്ന ഫുഡ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. നല്ലോണം ശ്രദ്ധിച്ചിരുന്നാൽ ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. 100% ഗ്യാരണ്ടിയാണ് തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ
ഈ റെസ്പിറേഷന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഗ്ലൂക്കോസ് അല്ലേ, ഗ്ലൂക്കോസ് C6H12O6 പ്ലസ് അതിൻ്റെ കൂടെ ഓക്സിജൻ കൂടി ചേരുന്നു. എന്നിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു, വാട്ടർ റിലീസ് ചെയ്യുന്നു, എനർജി റിലീസ് ചെയ്യുന്നു അല്ലേ. ഉള്ളോട്ട് എടുക്കുന്നത് നമ്മൾ ഓക്സിജൻ ആണ്, പുറത്തോട്ട് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെ ATP രൂപത്തിൽ എനർജി സ്റ്റോർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾ എവിടെ വെച്ചിട്ട് നടക്കുന്നു റെസ്പിറേഷൻ. ഓക്കെ, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ പവർ ഹൗസ് ഓഫ് ദി സെൽ എവിടെയാണ്? യൂക്കാരിയോട്ടുകളില് പവർ ഹൗസ് ഓഫ് ദി സെൽ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് അല്ലെ. നമ്മുടെ പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് എന്ന് പറയാൻ കാരണം അവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നു, അവിടെ ATP ഉണ്ടാകുന്നു, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പവറും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിനാ നമ്മൾ എന്ത് പറയും, ഇവിടെ വെച്ചിട്ടാണ് യൂക്കാരിയോട്ടുകളിൽ കേട്ടോ, യൂക്കാരിയോട്ട് ഓർഗാനിസംസിലെ റെസ്പിറേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ടുകൾക്ക് മൈറ്റോകോൺട്രിയ ഇല്ല, നമുക്കറിയാം. സോ പ്രോകാരിയോട്ടുകളിലെ റെസ്പിറേഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. മീസോസോമുകളിലാണ്. നമുക്കറിയാം ഇങ്ങനെ നിൽക്കുന്ന സെൽ വാളിന്റെ ഉള്ളില് ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾട്ടിങ്സ് ഉണ്ട്, അത് സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, പ്രോകാരിയോട്ടുകളിലെ റെസ്പിറേഷൻ നടക്കുന്നത്. തെറ്റിക്കരുത്, സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ 2 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട് മക്കളെ. ഏതൊക്കെ? ഒന്ന് ഓക്സിജന്റെ പ്രസൻസിൽ, ഇപ്പൊ നമ്മളൊക്കെ റെസ്പിറേറ്റ് പറയുന്ന ഓക്സിജൻ എടുത്തിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോളജിയിലും പഠിച്ചിട്ടുണ്ട്, റെസ്പിറേഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ. പക്ഷേ പല മൈക്രോ ഓർഗാനിസംസിൽ, അതുപോലെ പാല് തൈരാക്കുന്നതിൽ, ഇതിലൊക്കെ നമ്മൾ നടക്കുന്ന എന്താണ്, ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്ന റെസ്പിറേഷനാണ്. അതിന് പറയുന്ന പേരാണ് അനീറോബിക് റെസ്പിറേഷൻ. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, അനേറോബിക് റെസ്പിറേഷൻ ഉണ്ട്. രണ്ടും ക്ലിയർ ആയിട്ടുണ്ടാകും. വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് റെസ്പിറേഷന്റെ സ്റ്റെപ്പുകളാണ്. ഇത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. റെസ്പിറേഷന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. സി, എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ മക്കളെ, എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ അതിന് 3 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ പറയും. ഒന്ന് ഗ്ലൈക്കോലൈസിസ്, 2 ക്രെബ്സ് സൈക്കിൾ, നല്ലോണം മനസ്സിലാക്കാം 3 സ്റ്റെപ്പുകൾ. 3 ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഗ്ലൈക്കോലൈസിസ്, ക്രെബ്സ് സൈക്കിള്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇത്ര ചെയിനുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങളുടെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, അതിനാണെങ്കിൽ ഒരുപാട് വെയിറ്റേജ് ഉണ്ട്, എന്ത് ചെയ്യണമെന്നൊന്നും ആലോചിക്കേണ്ട. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. എയറോബിക് റെസ്പിറേഷന് 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഈ 3 സ്റ്റെപ്പുകളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. യെസ്, 1 ഗ്ലൈക്കോലൈസിസ്, 2 ക്രെബ്സ് സൈക്കിള്, 3 ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് ഈ സ്ലൈഡുകൾ. അപ്പൊ നിങ്ങളത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗ്ലൈക്കോലൈസിസ് എവിടെ വെച്ച് നടക്കുന്നു? ഈ ഒരു ചോദ്യത്തിന് മിക്കവാറും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. റെസ്പിറേഷന്റെ ഭാഗമാണ് ഗ്ലൈക്കോലൈസിസ്. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോലൈസിസ് എവിടെ വെച്ച് നടക്കാം? മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ അടുത്ത സ്റ്റെപ്പ്, 1 മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ക്രെബ്സ് സൈക്കിൾ, അതായത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ചിട്ടാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത്. സോ ഇനി നമ്മൾ സെക്കൻഡ്
അനേറോബിക് റെസ്പിറേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നടക്കുന്ന സ്റ്റെപ്പ് 1 ഗ്ലൈക്കോലൈസിസ്, 2 ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കും, അതല്ലെങ്കിൽ ചില ജീവികളിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കും. ആൽക്കഹോൾ ഉണ്ടാകും, ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. അപ്പോൾ ഈ അനേറോബിക് റെസ്പിറേഷനിൽ ഗ്ലൈക്കോലൈസിസ് നടന്നാൽ ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കാം, അതല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കാം. അപ്പൊ ഇനി അടുത്ത ചോദ്യം കൂടി ടീച്ചർ പറയാണ്, എയറോബിക് റെസ്പിറേഷനിലും അനേറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്റ്റെപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് ഗ്ലൈക്കോലൈസിസ്. ഓക്കെ, ഗ്ലൈക്കോലൈസിസ് എയറോബിക് റെസ്പിറേഷനിലും അനേറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ട് കാണുന്ന സ്റ്റെപ്പാണ്. അപ്പൊ ഇതിൽ തന്നെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഇന്ന രീതിയിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. ഇതിൽ പറഞ്ഞു ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന സൈറ്റോപ്ലാസത്തിലാണ്, അനേറോബിക് റെസ്പിറേഷനിലും എയറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോലൈസിസ്. റെസ്പിറേഷനിലും അനേറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ട് കാണുന്ന സ്റ്റെപ്പാണ് ഗ്ലൈക്കോലൈസിസ്. ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതൊക്കെ തന്നെ ഇങ്ങനെ പെട്ടിയിൽ ഡാഷ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഗ്ലൈക്കോലൈസിസ്, ഇതിന് നമ്മൾ ഒരു പേര് കൂടി പറയും, EMP പാത്വേ. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇത് കണ്ടെത്തിയത് എംഡൻ മേയർഹോഫ് പാർനാസ്. ഇങ്ങനെ 3 പേരാണ്. അപ്പൊ ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചോദിക്കാമെന്നും പറയാൻ പറ്റില്ല. EMPയുടെ എക്സ്പാൻഷൻ ചോദിക്കുക. അപ്പൊ നമുക്ക് എഴുതാം എംഡൻ മേയർഹോഫ് പാർനാസ്. പഠിച്ചു കഴിഞ്ഞല്ലേ, എംഡൻ മേയർഹോഫ് പാർനാസ്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്ലൈക്കോലൈസിസ്? യെസ്, നോക്കൂ, ഇതിന്റെ പേര് ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. ദെൻ ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ് ഗ്രീക്കില്. അപ്പൊ ഗ്ലൂക്കോസിനെ അങ്ങ് പൊട്ടിക്കുക, ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് ഗ്ലൈക്കോലൈസിസ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന് എത്ര കാർബൺ ആണ് മക്കളെ? 6 കാർബൺ ആണ് ഗ്ലൂക്കോസ്. ഇതിനെ പൊട്ടിച്ച് 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസിനെ നമ്മൾ 3 കാർബൺ ഉള്ള 2 പൈറുവിക് ആസിഡുകളായി മാറ്റുന്നു. അപ്പോൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് 3 കാർബൺ ഉള്ള 2 കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു, 2 പൈറുവിക് ആസിഡ് ആയിട്ട് മാറ്റുന്നു. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ദിസ് സ്റ്റെപ്പ് ഈസ് കോമൺ ഇൻ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. ഈ സ്ലൈഡ് കണ്ടു കഴിയുന്നതോടുകൂടി ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഞാൻ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. കോമൺ ഇൻ എയറോബിക് ആൻഡ് അനേറോബിക് റിയാക്ഷൻ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എയറോബിക്കിലും അനേറോബിക്കിലും കോമൺ ആയിട്ട് കാണുന്ന സ്റ്റെപ്പാണ്. അടുത്ത ചോദ്യം, ഇതൊക്കെ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷനിലെ ആദ്യത്തെ സ്റ്റേജ് ഏതാന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, ദാറ്റ് ഈസ് ഗ്ലൈക്കോലൈസിസ്. ദെൻ ഇൻ പ്ലാന്റ്സിൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നത് സൂക്രോസിൽ നിന്നാണ്, സൂക്രോസിന്റെ ഫോമിലാണ്. ആൻഡ് ദെൻ ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് സൂക്രോസ്, അല്ലേ? ദെൻ ഇനി നമുക്ക് ഈ സൈക്കിളിലോട്ട് പോവാട്ടോ. റൈറ്റ് മക്കളെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കാണാണ്ട് പഠിക്കണം കേട്ടോ. പക്ഷേ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തരാം. ഒന്ന് നോക്കൂ, ഇതില് ഇത് വന്ന് യെസ് നോക്കൂ, റെഡ് ആയിക്കോട്ടെ. ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അത് അവസാനം 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഇത് അപ്പുറത്തെ സ്ലൈഡിൽ കുറച്ച് പോയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ നിങ്ങളടുത്ത് ഇതിലൊരു ചോദ്യം ചോദിക്കും, ഏതാണ് ഗ്ലൈക്കോലൈസിസിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ? ഏതാണ്? അത് ഗ്ലൂക്കോസ് ആണ്.
ഗ്ലൈക്കോലൈസിസിന്റെ അവസാനത്തെ മെറ്റീരിയൽ എൻഡ് പ്രോഡക്റ്റ് ഏതാണ്? പൈറുവിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം, ഗ്ലൂക്കോസ് എത്ര കാർബണാണ്? 6 കാർബണാണ്. പൈറുവിക് ആസിഡ് 3 കാർബണാണ്. പിന്നെ ഒരു ചോദ്യം കൂടി ഞാൻ പറയാം. ഒരു ഗ്ലൈക്കോലൈസിസ് നടന്നു കഴിഞ്ഞാൽ എത്ര മോളിക്യൂൾസ് പൈറുവിക് ആസിഡ് ഉണ്ടാവും എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര മോളിക്യൂൾസാ? 2 മോളിക്യൂൾസ് പൈറുവിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഇത്രയും കാര്യമാണ് ഇതിന്റെ ടോട്ടൽ. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. നോക്കൂ മക്കളെ, ഗ്ലൂക്കോസ് ഒന്ന് വലുതാകൂ. സി, ഗ്ലൂക്കോസ് കാണുന്നുണ്ടാവും അല്ലെ? ഗ്ലൂക്കോസ് നോക്കിക്കോട്ടെ. ഗ്ലൂക്കോസ് ആദ്യം ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അതായത് മക്കളെ, ഗ്ലൂക്കോസിന്റെ കൂടെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. ഗ്ലൂക്കോസിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് കൂടി ചേരുന്നു. അതായത് അപ്പൊ എവിടുന്നാ ഫോസ്ഫേറ്റ് കിട്ടുന്നത്? ആ ഫോസ്ഫേറ്റ് കിട്ടുന്നത് ATP യിൽ നിന്നാണ്. ATP ഒരു ഫോസ്ഫേറ്റിന് ഗ്ലൂക്കോസിനങ്ങ് കൊടുക്കും. എന്നിട്ട് ATP പറയും എനിക്ക് ഫോസ്ഫേറ്റ് വേണ്ട. ATP ADP ആയിട്ട് മാറും. ATP എന്തായി മാറി? ADP ആയിട്ട് മാറി. ADP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ട്രൈഫോസ്ഫേറ്റ്. അപ്പൊ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ADPയിലോ 2. അപ്പൊ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പുള്ള ATP, അതിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റിന് ആർക്ക് കൊടുത്തു? ഗ്ലൂക്കോസിന് കൊടുത്തു. എന്നിട്ട് ATP സ്വയം ADP ആയിട്ട് മാറി. സോ ഗ്ലൂക്കോസ് ഈ ഫോസ്ഫേറ്റിനെ കിട്ടിയപ്പോൾ ഗ്ലൂക്കോസിന്റെ പേരങ്ങ് മാറ്റി. നോക്കൂ, ഗ്ലൂക്കോസിന്റെ 6 കാർബൺ പൊസിഷനിൽ വന്നതുകൊണ്ട് ഗ്ലൂക്കോസ് പേര് മാറ്റി. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്നാക്കി. ഗ്ലൂക്കോസിനോട് കൂടിയിട്ട് ആര് കൂടി? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് കൂടി. ദെൻ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴെന്തായി? ഒന്നുകൂടി അങ്ങ് മേക്ക് ഓവർ ചെയ്തു, പേരങ്ങ് മാറ്റി. ഗ്ലൂക്കോസിന്റെ ഐസോമർ ആണ് ഫ്രക്ടോസ്. രണ്ടുപേരും ഒന്ന് തന്നെയാണ് അല്ലെ? അതിന്റെ ഒരു ഐസോമർ ആണ്. അപ്പൊ ഗ്ലൂക്കോസ് പെട്ടെന്ന് പിന്നീട് എന്തായിട്ട് മാറി? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഇവിടെ കാർബൺ ആറ്റത്തിന് ഒന്നിനും ഒരു മാറ്റം വന്നിട്ടില്ല, ഐസോമർ ഫോമിലോട്ട് മാറി. സി, ഇനി പിന്നെന്താണ്? ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. അപ്പൊ അടുത്ത ATP വന്നു. ATP വന്നു. ATP എന്ത് കൊടുക്കാനാ വന്ന്? ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി കൊടുക്കുക. അപ്പൊ എന്തായി മാറി? ഫ്രക്ടോസിന് 2 പൊസിഷനില് എന്ത് വന്നു? ഫോസ്ഫേറ്റ് വന്നു. അതായത് 2 ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായി മാറി? ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറി. 1ാമത്തെ പൊസിഷനിലും വന്നു, 6ാമത്തെ പൊസിഷനിലും വന്നു. അപ്പൊ ഇതുവരെയുള്ള സ്റ്റെപ്പ് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് GGGFF ഗേൾസ് ഗെറ്റ് ഫ്രീ ഫുഡ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ആ സ്റ്റെപ്പുകൾ കിട്ടി. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഈ ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ട്രയോസ് ഫോസ്ഫേറ്റുകളായിട്ട് മാറി, 2ആയിട്ട് മുറിഞ്ഞു. ഏതാണ്? ഒന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും 2 ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. ഇത് രണ്ടും ഒരേ ഫോമുകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ 3 കാർബൺ ഉള്ള 2 കോമ്പൗണ്ട് ആയിട്ട് ഇവിടെ വെച്ച് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രയോസ് ഫോസ്ഫേറ്റുകളായിട്ട് ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ്. ഇത് 2 ഉണ്ട് അല്ലെ? ഈ 2നും ഇതേ സൈക്കിള് തന്നെ നടക്കും. 2 കോമ്പൗണ്ടിനും, അതാ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതേ സൈക്കിള് തന്നെ 2 ഭാഗത്തും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കൂ നിങ്ങള്, ഈ ട്രയോസ് ഫോസ്ഫേറ്റ് എന്തായി മാറി?
1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി. ഇവിടെ ഒരു NADH ആയിട്ട് മാറിയിട്ടുണ്ട്. NAD. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് അടുത്തത് ഏതാണ്? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി. അപ്പൊ എന്താണ്? ഇവിടെ ADPയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ഫോസ്ഫേറ്റിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ? ഫോസ്ഫേറ്റിനെ പുറത്തോട്ട് ADPക്ക് കൊടുത്തു. ADP ആ ഫോസ്ഫേറ്റിനെ തിരിച്ചെടുത്തു. നേരത്തെ കൊടുത്ത ഫോസ്ഫേറ്റിനെ തിരിച്ചെടുത്തു. ADP ATP ആയിട്ട് മാറി. അപ്പൊ എന്താണ്? ഈ ട്രൈഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി. Then 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി. Then 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. Then അത് കഴിഞ്ഞ് വാട്ടറിനെ പുറത്തോട്ട് വിടുന്നുണ്ട് അല്ലേ? Then ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറി. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറി. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറി. പിന്നീട് ലാസ്റ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. അപ്പൊ നമ്മള് നേരത്തെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് എന്തുണ്ടായി? 1,3-ബൈഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് ട്രയോസ്ഫോസ്ഫേറ്റുകൾ ഉണ്ടായി. അതിലൊക്കെ തന്നെ ഈ സൈക്കിൾ നടന്നു. ഏതൊക്കെ? 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, 3-ഫോസ്ഫോ. ഇതൊന്ന് കാണാണ്ട് പഠിച്ചോളൂ കേട്ടോ. ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി. 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, 2-ഫോസ്ഫോഗ്ലിസറേറ്റ്, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആസിഡ്. ഇത് നിങ്ങൾ കിടക്കുന്നിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതിങ്ങനെ എന്നാലും മെമ്മറിയിൽ നിൽക്കുള്ളൂ. കാരണം നമ്മളെ ബോട്ടണി, സോളജി മെമ്മറി വെച്ചുള്ള കളിയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ വേണം. ഇപ്പൊ നീറ്റിനൊക്കെ പഠിക്കുന്നവരാണെന്ന് വെച്ചാൽ 50% ബയോളജിയാണ്. ആ ഒരു രീതിയിലോട്ട് വേണം നിങ്ങൾ കാണാൻ. അപ്പൊ ഇതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? പൈറുവിക് ആസിഡ് ആണ്. അതിന് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ടീച്ചർ കേട്ടോ. ഓരോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദെൻ ഇനി നമ്മള് ഈ സ്റ്റെപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് എത്ര ATP ഉണ്ടാകും? ഗ്ലൈക്കോലൈസിസിൽ നിന്ന് എത്ര ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ATP എത്ര ഉണ്ടാവുന്നു? ഇപ്പൊ ഇവിടെ നോക്കൂ നിങ്ങള്. ATP ADP ആയിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് ആ ATPയിലെ ഫോസ്ഫേറ്റിനെ ഇങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ കുറക്കണം ATPയുടെ ടോട്ടലിൽ നിന്ന്. ശ്രദ്ധിക്കൂ, ഇവിടെ തന്നെ ATP ADP ആയിട്ട് മാറുക. അതായത് ഇവര് യൂസ് ചെയ്യാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന ATPനെ ഉപയോഗപ്പെടുത്തി. അപ്പൊ ഇതും നമുക്ക് -ATP ആക്കാം. അപ്പൊ നമുക്ക് -1 ATP -2 ATP നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഈ സാധനം യൂസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഉണ്ടായ ATP എത്രയാണ് നോക്കൂ. ഇവിടെ ഒരു ADP ATP ആയി മാറുക എന്ന് പറഞ്ഞാലാണ് ATP ഉണ്ടാക്കൽ കേട്ടോ, പ്രൊഡക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ATP, ഒരു +ATP, റൈറ്റ്. ഇവിടെയും ഒരു +ATP ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതായത് ADP ATP. ഇത് കുട്ടികളൊക്കെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അയ്യോ ടീച്ചറെ എങ്ങനെ ATPയുടെ കണക്ക് കിട്ടാൻ? വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇവിടെ 2 ATP ഉണ്ടായി കേട്ടോ. ഈ സൈഡിൽ 2 ATP ഉണ്ടായി. ഇനിയാണ് ടെസ്റ്റ് നടക്കുന്നത്. ഒരു പൈറുവിക് ആസിഡ് അല്ല ഒരു ഗ്ലൂക്കോസിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതേപോലത്തെ പ്രോസസ്സ് ഇപ്പുറത്തും നടക്കുന്നുണ്ട്. 2 പൈറുവിക് ആസിഡ് ഉണ്ട്. അപ്പൊ രണ്ടിലും ഇതേപോലെയുള്ള ATP പ്രൊഡക്ഷൻ നടക്കും. അപ്പൊ ഇപ്പുറത്ത് 2 ATP ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെയും 2 ATP ഉണ്ടാവും. അപ്പൊ നമുക്ക് ടോട്ടലായിട്ട് പ്ലസ് കിട്ടിയ ATP എത്രയാ? 4 ATP നമുക്ക് പ്ലസ് കിട്ടി. ഒരു ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് 4 ATP പ്ലസ് കിട്ടി. പോരാ, നേരത്തെ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട്. 2 ATP നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ 2 ATP കുറക്കണം.
അപ്പൊ നമുക്ക് എത്ര എ ടി പി കിട്ടി? അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 2 ATP മാത്രമാണ്. ATP ആയിട്ട് 2 ATP കിട്ടും. ഇനി വേറെ ഉണ്ട് കേട്ടോ. ഇതാരാ? ഇത് നമ്മുടെ NAD ആണ്. NADയുടെ ഫുൾ ഫോം ചോദിക്കും. NAD നിക്കോട്ടിനാമൈഡ് ആണ് കേട്ടോ. നിക്കോട്ടിനാമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ്. നിക്കോട്ടിനാമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ് NAD. ഇയാൾ പുതിയതായിട്ട് ഇവിടെ വന്നതാ. NADക്ക് ഒരു പ്രത്യേകതയുണ്ട്. NAD എന്ന് പറഞ്ഞാല് ചെറുതല്ല. NAD ഒരു NADക്ക് 3 ATPയുടെ പവറാണ് കിട്ടുന്നത്. 1 NAD is equal to 1 NADH is equal to 3 ATP. അപ്പൊ നമുക്ക് ഇവിടെ ഒരു NADH ഉണ്ടായി. Then സെയിം പ്രോസസ് ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു NADH ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്ര NADH ഉണ്ടായി? നമുക്ക് 2 NADH ഉണ്ടായി. 2 NADH ഉണ്ടായി. ഒരു NADH എന്ന് പറഞ്ഞാല് 3 ATPക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എത്ര ATP കിട്ടി? 3 × 2 6 ATP നമുക്ക് NADH മുഖേന കിട്ടി. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 ATP എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഒന്നുകൂടി വീഡിയോ പിന്നാക്കിട്ട് ഒന്നുകൂടി കാണാട്ടോ, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ. ദെൻ അപ്പൊ നമുക്ക് 2 പൈറുവിക് ആസിഡ് ഉണ്ടായപ്പോൾ നമുക്ക് എത്ര ATP കിട്ടി മക്കളെ? നമുക്ക് 6 6ഉം 2ഉം 8 ATP. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് എന്താണ് ഒക്കെ ശ്രദ്ധിക്കണം. നോക്കൂ, ഇതിൽ നമുക്ക് എത്ര ATP ആണ് നെറ്റ് ഗെയിൻ ചോദ്യം ചോദിക്കാറുണ്ട്. ഗ്ലൈക്കോലൈസിസ് മുഖേന നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ കയ്യിൽ 8000 രൂപ 8 ATP പ്രൊഡ്യൂസ് ചെയ്തു. നോക്കൂ, ATP 2 മോളിക്യൂൾസ് നമ്മൾ നേരത്തെ കണ്ടു. ഞാൻ അതേപോലെ NAD ആയിട്ട് 2 എണ്ണം വന്നു. അതിൽ നിന്ന് 6 ATP കിട്ടി. മൊത്തം നമുക്ക് 8 ATP ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഗ്ലൈക്കോലൈസിസ്. ഇനി പൈറുവിക് ആസിഡിന് എന്ത് സംഭവിക്കും? ഇത് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു വാല്യൂഷൻ ക്യാമ്പിലൊക്കെ നോക്കുമ്പോൾ. അപ്പൊ നമുക്കറിയാം ഗ്ലൂക്കോസിന് ഗ്ലൈക്കോലൈസിസ് നടന്നിട്ടുണ്ടായതാണ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡിന് 2 വഴികളിലൂടെ പോകാം. ഒന്നുകിൽ എയറോബിക് റെസ്പിറേഷൻ നടക്കാം, അതല്ലെങ്കിൽ അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നതിൽ അനേറോബിക് റെസ്പിറേഷനിൽ പോവാം. അപ്പോൾ പൈറുവിക് ആസിഡ് എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ അതിൽ നോക്കൂ നിങ്ങൾ, ക്രെബ്സ് സൈക്കിളിലോട്ട് പോവാം. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള റെസ്പിറേറ്ററി ചെയിനിലോട്ട് പോകും. പൈറുവിക് ആസിഡ് എയറോബിക് റെസ്പിറേഷനിൽ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അനീറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ 2ലും ഗ്ലൈക്കോലൈസിസ് ഉണ്ട്. അത് നമ്മൾ ഓർത്ത് വെക്കണം. 2ഇടത്തും പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അനീറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഒന്നുകിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കാം, അതല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കാം. ആൽക്കഹോളിക് ഫെർമെന്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും നടക്കാം കേട്ടോ. അപ്പൊ പൈറുവിക് ആസിഡിന്റെ ഫേറ്റ് ഇങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ ഈ പൈറുവിക് ആസിഡ് അനീറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് അനീറോബിക് റെസ്പിറേഷൻ. നിങ്ങളടുത്ത് അനീറോബിക് റെസ്പിറേഷന്റെ സ്റ്റെപ്പുകൾ ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഇവിടെ നോക്കൂ, നിങ്ങൾ നോക്കൂ, സി ഗ്ലൂക്കോസ് ഉണ്ടായി. ഗ്ലൂക്കോസ് ഈ ഗ്ലൈക്കോലൈസിസ് കണ്ട ഇതുവരെ വന്നത് നമ്മുടെ പൈറുവിക് ആസിഡ് ഉണ്ടാക്കുന്നത് വരെയുള്ള സ്റ്റെപ്പുകളാണ്. ദെൻ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെ ഒരു പെട്ടിയിട്ട് വെക്കും, ഇവിടെ ഒരു ഡാഷ് ഇട്ട് വെക്കും.
ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികവും ഇതിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. നോക്കൂ, അനേറോബിക് റെസ്പിറേഷനില് പൈറുവിക് ആസിഡ് ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും, അതല്ലെങ്കിൽ എഥനോളും ആൽക്കോളിക് ഫെർമെന്റേഷൻ ആണെങ്കിൽ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും കേട്ടോ. ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനില്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളിലൊക്കെ. ഇപ്പൊ നോക്കൂ, നമുക്ക് എന്താണ് നോക്കാം. ഇവിടെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. എന്താണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ? ആൽക്കഹോളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, നമ്മൾ ഉണ്ടാക്കില്ല, നമ്മളല്ല ആൾക്ക് ഉണ്ടാക്കുന്നു. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നമ്മൾ ഓർത്തു വെക്കുക, ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്. ഇത് ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കാം, ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് അണ്ടർ അനീറോബിക് കണ്ടീഷൻ. ഗ്ലൂക്കോസിന്റെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്. ഇവിടെ ഓക്സിജൻ ഇല്ല, അനീറോബിക് കണ്ടീഷനിലാണ്. അപ്പൊ ഇവിടെ എന്തുണ്ടാകുന്നു? ടീച്ചർ നേരത്തെ സൈക്കിളിൽ കാണിച്ചു തന്നു. പൈറുവിക് ആസിഡ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എഥനോൾ. പൈറുവിക് ആസിഡ് എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും എഥനോളുമായി മാറുന്നു. നമ്മൾ അപ്പത്തിനൊക്കെ ഈസ്റ്റ് ഇട്ട് വെക്കാറില്ലേ? അപ്പൊ എന്താണ്, ഒരു ആൽക്കഹോളിക് ഫെർമെന്റേഷൻ തന്നെയാണ് നടക്കുന്നത് അല്ലേ? നമ്മൾ പറയും നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളതാണ് ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല വെള്ളപ്പം. ഓക്കെ, അപ്പൊ പക്ഷേ ഇതിന്റെ കൂടുതൽ ആൽക്കഹോളിക് കോൺസെൻട്രേഷൻ, ഈസ്റ്റ് കൂടുതൽ നമ്മൾ ഇട്ട് ഒരുപാട് കഴിഞ്ഞാൽ അത് എന്താവും? പോയിസൺ ദംസെൽസ് when alcoholic concentration reaches about 13% alcoholic concentration റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിസൺ ആയിട്ട് മാറും കേട്ടോ. എന്തിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നു? നമ്മൾ ഈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ യൂസ് ഇൻ ബേക്കിംഗ് ഇൻഡസ്ട്രിയില്, ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 ATP ആണ്. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ ഒരു സൈഡാണ് കേട്ടോ. നോക്കൂ എവിടെ, ഓക്കെ, ഇതാണ് കേട്ടോ. ആൽക്കഹോൾ ഉണ്ടാകുന്നു, ആൽക്കഹോളിക് ആസിഡ് ഫെർമെന്റേഷൻ. ഓക്കെ, ദെൻ ഇനി അടുത്തത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആണ്. ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാലില് തൈരാക്കില്ലേ, അപ്പൊ അത് ലാക്റ്റിക് ആസിഡ് ആണ്. സി, പൈറുവിക് ആസിഡ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്. പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഫൗണ്ട് ഇൻ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഇത് കൺവേർട്ടിങ് മിൽക്ക് ടു കേർഡ്. നിങ്ങൾക്ക് ചോദിച്ചു എന്ന് വിചാരിക്കുക ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം കൺവേർട്ടിങ് മിൽക്ക് ടു കേർഡ്. ഇനി നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻ ആനിമൽസ് ഓക്സിജൻ ഈസ് ഇൻഅഡിക്വേറ്റ് ഡ്യൂറിങ് എക്സസൈസ്. ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ഓക്സിജൻ നമുക്ക് ഇൻഅഡിക്വേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടാണ്ട് വരുമ്പോൾ നമ്മുടെ മസിൽ സെല്ലുകളിലുള്ള പൈറുവിക് ആസിഡ് ഇൻ മസിൽ സെൽസ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് കഴിഞ്ഞ 50 വർഷം മറ്റോ ചോദിച്ച പോലെ ഉണ്ട്. എന്താണ്, എപ്പോഴാണ് മസിൽ സെല്ലുകളിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത്? അപ്പൊ ഡ്യൂറിങ് എക്സസൈസ് ആണ് കേട്ടോ. നമ്മൾ എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ ഇൻഅഡിക്വേറ്റ് ആയിട്ട് മാറുമ്പോൾ നമ്മുടെ മസിൽ സെല്ലുകളിലുള്ള പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഇതിലും നെറ്റ് ഗെയിൻ ATP എന്ന് പറയുന്നത് 2 ATP ആണ്. അപ്പൊ നമുക്ക് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ മുഖേനയും ആൽക്കഹോളിക് ഫെർമെന്റേഷൻ മുഖേന കിട്ടുന്ന ATP എത്രയാണ്? 2 ATP ആണ്. ഇത് രണ്ടും ഒന്നിലല്ല നടക്കുന്നത് കേട്ടോ. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ ആ ഒരു പ്രോസസ്സിലാണ് നടക്കുന്നത്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ വേറെ രീതിയിൽ. അപ്പൊ രണ്ടിനും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? നെറ്റ് ATP 2 ATP ആണ്. ഇനി നമ്മള് എയറോബിക് റെസ്പിറേഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകണം കേട്ടോ. നേരത്തെ പറഞ്ഞത് അനീറോബിക് റെസ്പിറേഷൻ ആയിരുന്നു.
യെസ്, എയറോബിക് റെസ്പിറേഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് ക്രെബ്സ് സൈക്കിൾ ആണ് അല്ലേ? ക്രെബ്സ് സൈക്കിൾ. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് that is the complete oxidation. ഓർഗാനിക് സബ്സ്റ്റൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആണ് എയറോബിക് റെസ്പിറേഷനിൽ നടക്കുന്നത്. അപ്പൊ ചോദ്യം പിന്നെയും പറയാം, അനീറോബിക് റെസ്പിറേഷനിൽ ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. ദെൻ ഓക്സിജൻ, പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇവിടെ ആവശ്യമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോ നമ്മൾ ഇനി എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും അതുപോലെ ആൽക്കോളിക് ഫെർമെന്റേഷനിലൊക്കെ പൈറുവിക് ആസിഡിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പൈറുവിക് ആസിഡിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. എയറോബിക് റെസ്പിറേഷനിൽ പൈറുവിക് ആസിഡിന് ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. പൈറുവിക് ആസിഡ് നമുക്കറിയാം 3 കാർബണുള്ള കോമ്പൗണ്ട് ആണ്. അതിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോയി. അപ്പൊ എന്തായി മാറി? 2 കാർബണുള്ള അസറ്റൈൽ കോഎൻസൈമേ ആയി മാറി. റൈറ്റ്? അപ്പോ പൈറുവിക് ആസിഡ് 3 കാർബണുള്ള പൈറുവിക് ആസിഡ് 2 കാർബണുള്ള അസറ്റൈൽ കോഎൻസൈമേ ആയി മാറി. ഇദ്ദേഹമാണ് ക്രെബ്സ് സൈക്കിളിലോട്ട് കടക്കുന്നത് കേട്ടോ. ഇപ്പൊ 3 കാർബണുള്ള പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമേ ആയി മാറി. അതായത് ഈ പൈറുവിക് ആസിഡിന്റെ കൂടെ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോയി. അയ്യോ, അപ്പൊ പൈറുവിക് ആസിഡിന് എന്ത് സംഭവിച്ചു? അവിടെ ബാക്കിയുള്ള കോമ്പൗണ്ടിന്റെ കൂടെ ഒരാൾ വന്ന് ചേർന്നു, അതാണ് കോഎൻസൈം എ. അപ്പൊ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവുകയും ചെയ്തു, പകരം ഒരു കോഎൻസൈം എ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അത് എന്തായി മാറി? അസറ്റൈൽ കോഎൻസൈം എ ആയി മാറി. നോക്കൂ നിങ്ങള്, ഇവിടെ പൈറുവിക് ആസിഡ് കോഎൻസൈം എ അസറ്റൈൽ കോഎൻസൈം ഉണ്ടായി, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോയി, NADH പുറത്തു പോയി. അപ്പോൾ നമുക്കറിയാം ഒരു NADH എന്ന് പറഞ്ഞാൽ 3 ATP ആണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത് ഒരു NADH ആണ് അല്ലെ? ഈ ഒരു NADH എന്ന് പറഞ്ഞാൽ എത്ര ATP ആ? ഒരു NADH is equal to 3 ATP. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു പൈറുവിക് ആസിഡ് അല്ല, 2 പൈറുവിക് ആസിഡ് ആണ്. അപ്പൊ നമുക്ക് 2 NADH ഉണ്ടാകും. സോ 6 ATP ആണ് ഈ ഒരു സ്റ്റെപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി ഓർത്ത് വെക്കാം, നേരത്തെ ഉണ്ടായ ഗ്ലൈക്കോലൈസിസിൽ നമുക്ക് കിട്ടിയത് 8 ATP ആണ്, 8000 രൂപ. ഇവിടെ എത്രയാണ്? ഈ ഒരു സൈക്കിളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ATP ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു സൈക്കിളിൽ ഇപ്പൊ നമ്മൾ പൈറുവിക് ആസിഡ് ഇന്നതൊക്കെ സംഭവിക്കുന്നില്ലേ, അത് എവിടെ വെച്ചിട്ടാ സംഭവിച്ചു നോക്കാം. എയറോബിക് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് ഫോംഡ് ഇൻ ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലായിരുന്നു എന്തുണ്ടായത്? നമ്മുടെ പൈറുവിക് ആസിഡ് ഉണ്ടായിരുന്നത്. ഈ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. പൈറുവിക് ആസിഡ് ഫോംഡ് ഇൻ ഗ്ലൈക്കോലൈസിസ് ട്രാൻസ്പോർട്ടഡ് ടു മൈറ്റോകോൺട്രിയ. It undergoes dehydrogenation, decarboxylation reaction ഒക്കെ നമ്മൾ പറഞ്ഞു with the addition of coenzyme A. എന്നിട്ട് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഈ അസറ്റൈൽ കോഎൻസൈം എ എങ്ങോട്ട് കടക്കുന്നു? ഇനി അസറ്റൈൽ കോഎൻസൈം എ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിലോട്ട് കടക്കുന്നു, അല്ലെങ്കിൽ TCA സൈക്കിളിലോട്ട് കടക്കുന്നു. ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞ് ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടായതായി പറഞ്ഞു അല്ലെ? ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടായി. ഗ്ലൂക്കോസ് 6 കാർബൺ ആണ്, പൈറുവിക് ആസിഡ് 3 കാർബൺ ആണ്. അതിൽ നിന്ന് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടായി. അസറ്റൈൽ കോഎൻസൈം എ 2 കാർബൺ ആണ്. അപ്പൊ
ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. നോക്കൂ നിങ്ങള്. യെസ്, ഈ പൈറുവേറ്റ്, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പൈറുവേറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ കേട്ടോ, അറബിക് പൈറുവേറ്റിന്റെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. പൈറുവേറ്റിനോട് കൂടിയിട്ട് കോഎൻസൈം എ കൂടി ചേർന്നു, അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടായി. ഇനി ഈ അസറ്റൈൽ കോഎൻസൈം എ കടക്കുന്നത് ഈ സൈക്കിളിലോട്ടാണ്. ഇതാണ് ക്രെബ്സ് സൈക്കിൾ. എപ്പോഴും നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കാറുള്ള ഒരു സൈക്കിളാണ് ഇത് കേട്ടോ. ഈ ഒരു സൈക്കിള് നിങ്ങൾ ബൈഹേർട്ട് പഠിക്കണം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സ് ഇട്ട് അതിൽ ഡാഷ് ഇട്ട് ഫില്ല് ചെയ്യാനൊക്കെ പറഞ്ഞ എ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ 2 കാർബൺ അസറ്റൈൽ കോഎൻസൈം എക്ക് സംഭവിക്കുന്നത്. ഈ അസറ്റൈൽ കോഎൻസൈം എ ക്രെബ്സ് സൈക്കിളിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ ക്രെബ്സ് സൈക്കിൾ എന്നുള്ളത് നോക്കാം. സി ക്രെബ്സ് സൈക്കിൾ, ഈ ഒരു സൈക്കിളിനെ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് കണ്ടെത്തിയത് ഹാൻസ് ക്രെബ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് സൈക്കിൾ നോൺ ആസ് ക്രെബ്സ് സൈക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ ഹാൻസ് ക്രെബ്. ആൻഡ് ദെൻ ഈ സൈക്കിളിനെ നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാൻ കാരണം അതിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആണ്. സി, നമുക്ക് ആ സൈക്കിളിലോട്ടൊന്ന് പോവാം. ഇത് നോക്കൂ, ഇവിടെ അസറ്റൈൽ കോഎൻസൈം എ it combines with 4 carbon oxaloacetic acid. അസറ്റൈൽ കോഎൻസൈം എ 4 കാർബൺ ഓക്സാലോഅസെറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. 4ഉം 2ഉം 6 അല്ലേ? ഈ 6 കാർബൺ ഉള്ള കോമ്പൗണ്ടിന്റെ പേരാണ് സിട്രിക് ആസിഡ്. അപ്പോൾ ഈ സിട്രിക് ആസിഡ് ആണ് ഇതിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്. ദാറ്റ്സ് വൈ ദിസ് സൈക്കിൾ നോൺ ആസ് സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിൾ. And this citric acid is a tricarboxylic acid. അല്ലേ? ട്രൈകാർബോക്സിലിക് ആസിഡ് ആണ്. അതുകൊണ്ട് ഈ സൈക്കിളിനെ നമ്മൾ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ TCA സൈക്കിൾ എന്ന് പറയും. അപ്പൊ നമ്മുടെ അസറ്റൈൽ കോഎൻസൈം ഓക്സാലോഅസെറ്റിക് ആസിഡുമായി കമ്പൈൻ ചെയ്ത സിട്രിക് ആസിഡ് ഉണ്ടായി. അതൊരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ ദാറ്റ് ഈസ് എ ട്രൈകാർബോക്സിലിക് ആസിഡ്. ദാറ്റ്സ് വൈ ദിസ് സൈക്കിൾ നോൺ ആസ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ദെൻ ഈ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ട് ഈ സൈക്കിളിനെ നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നു. ആൻഡ് ദെൻ ഇതിൽ നിന്ന് അടുത്ത കോമ്പൗണ്ട് ഉണ്ടാവും. ഇവിടെ നോക്കൂ, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കും അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുപോയി, NADH2 ആയിട്ട് മാറി. അങ്ങനെ അതാ ഒരു കാർബൺ പുറത്തുപോയി. അപ്പൊ 5 കാർബൺ കോമ്പൗണ്ട് ഉണ്ടായി. ദാറ്റ് 5 കാർബൺ കോമ്പൗണ്ട് നോൺ ആസ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്. Then this alpha ketoglutaric acid again undergoes oxidative decarboxylation and forms succinic acid. ഇവിടെ നോക്കൂ നിങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുപോയി, 5 കാർബണിൽ നിന്ന് 1 കാർബൺ കുറഞ്ഞു, 4 കാർബണുള്ള കോമ്പൗണ്ട് ഉണ്ടായി. then ഇവിടെ NADH2 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ GTP ആയിട്ട് മാറിയിട്ട് ATPക്ക് സമാനമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഈ GTP കേട്ടോ. ഒരു GTP എന്ന് പറഞ്ഞാൽ ഒരു ATP. ദെൻ ഇതിൽ നിന്ന് പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ സക്സിനിക് ആസിഡിന് പിന്നെയും സക്സിനിക് ആസിഡിൽ നിന്ന് FAD ആണ് റിഡക്ഷൻ നടത്തുന്നത്. ദെൻ മാലിക് ആസിഡ് ആയിട്ട് മാറി. ദെൻ
മാലിക് ആസിഡ് പിന്നീട് എന്ത് ചെയ്യാണ്, ഓക്സാലോ അസറ്റിക് ആസിഡിനെ പിന്നെ ബാക്ക് ചെയ്യാണ് അല്ലേ. അപ്പൊ ഇത്രയും കോമ്പൗണ്ടുകളാണ് ഈ ഒരു സൈക്കിളിൽ ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു NAD ഉണ്ട്, ഇവിടെ ഒരു NAD ഉണ്ട്, ഇവിടെ ഒരു NAD ഉണ്ട്, ഇവിടെ ഒരു FAD ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു FAD എന്ന് പറഞ്ഞാല് 2 ATPക്ക് തുല്യമാണ് കേട്ടോ. ഒരു NAD എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 3 ATPക്ക് തുല്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 1 ATP 1 2 3 NADകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. അത് ഓക്സാലോ അസറ്റിക് ആസിഡ് ഒരു ഓക്സ് ആണ് കേട്ടോ, ഒരു കാളക്കുട്ടൻ ഇതിനൊരു കാളയോട്ട മത്സരത്തിന് പറഞ്ഞേക്കാണ്. അപ്പൊ ആ സമയത്ത് അതിന് ഭയങ്കര എനർജി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കൊടുത്തു. അതാണ് സിട്രിക് ആസിഡ്. ഈ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കാളക്കുട്ടന്റെ വയറ്റിൽ നിന്ന് ഗ്യാസ് കയറിയിട്ടൊരു ഗുളു 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 എന്നുള്ള ശബ്ദം വന്നു. ആൽഫ കീറ്റോ ഗ്ലൂ ടാറിക് ആസിഡ്. ഓക്കെ, ഇതൊക്കെ ആണെങ്കിലും നമ്മളെ കാളക്കുട്ടൻ എന്ത് ചെയ്തു, സക്സസ് ആയി. സക്സിനിക് ആസിഡ്. ഈ സക്സസ് ആയി വന്ന കാളക്കുട്ടനെ നമ്മൾ എന്ത് ചെയ്യണം, മാലയിട്ട് സ്വീകരിക്കണം. മാലിക് ആസിഡ്. ഇത്രയും കഥകൾ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിള് നമുക്ക് പെട്ടെന്ന് മറക്കാണ്ട് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. സൈക്കിൾ എന്ന് പറയാൻ കാരണം ഹാൻസ് ക്രെബ്സ് ആണ് ഇത് കണ്ടെത്തിയത്. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയാൻ കാരണം ഇതിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആണ്. നമ്മൾ പറഞ്ഞു എന്താ സംഭവിക്കുന്ന, അസറ്റൈൽ കോഎൻസൈം എന്ന് പറഞ്ഞ 2 കാർബൺ കോമ്പൗണ്ട് combines with the 4 carbon compound oxaloacetic acid. അപ്പോൾ അസറ്റൈൽ കോഎൻസൈമെ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരാന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം ഓക്സാലോഅസറ്റിക് ആസിഡ് ആണ്. എന്നിട്ട് സിട്രിക് ആസിഡ് ഉണ്ടായി. ഇത് എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം സിട്രേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം ആണ് കേട്ടോ. ദെൻ ഒരു കോഎൻസൈം എ മോളിക്യൂൾ നേരത്തെ ഉണ്ടാകുന്നത് റിലീസായി. ദെൻ സിട്രിക് ആസിഡിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് എന്ന് പറഞ്ഞ 5 കാർബൺ കോമ്പൗണ്ട് ഉണ്ടായി. പിന്നെ സക്സിനൽ കോഎൻസൈം ഉണ്ടായി. സക്സിനൽ കോഎൻസൈമെ പ്രൊഡ്യൂസ് സക്സിനിക് ആസിഡ് GTP എന്ന് പറഞ്ഞ ഗുവനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഒരു GTP എന്ന് പറഞ്ഞാൽ ഒരു ATPക്ക് തുല്യമാണ് കേട്ടോ. ദിസ് ഇസ് എ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചു എന്ന് വിചാരിക്കുക, ഇതിലത് റെസ്പിറേഷനിൽ നടക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ അത് ഈ ഒരു റിയാക്ഷൻ ആണ് GTP ഉണ്ടാകുന്നത് കേട്ടോ. കപ്പിൾഡ് റിയാക്ഷൻ ആണ്. GTP കൺവേർട്ടഡ് ടു GDP വിത്ത് സിന്തസിസ് ഓഫ് ATP ഫ്രം ADP. അപ്പൊ ഈ GTP ആദ്യം ഉണ്ടായിട്ട് അത് GDP ആയിട്ട് മാറിയിട്ട് പിന്നെ ADP ATP ആക്കി മാറ്റും. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒരു ATP ഉണ്ടാവും കേട്ടോ. Succinic acid oxidized to form malic acid and then oxaloacetic acid. പിന്നെ oxaloacetic acid തന്നെ തിരിച്ചു വരികയാണ്. ഇതാണ് നമ്മുടെ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കിളാണ് കേട്ടോ. എപ്പോഴും എക്സാമിന് ചോദിക്കും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ കാണും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് എത്ര ATP ഉണ്ടായി എന്നൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ. ഇവിടെ നോക്കൂ, 3 NADH ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. എത്രയാണ്? 1 2 3 1 2 3 റൈറ്റ്. 3 NADH ഉണ്ടായിട്ടുണ്ട്. സോ 3 NADH എന്ന് പറഞ്ഞാൽ 9 ATP ആണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു FADH2 ഉണ്ടായിട്ടുണ്ട്. FADH എന്ന് പറഞ്ഞാൽ ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. FADH ഒരു FADH എന്ന് പറഞ്ഞാൽ 2 ATP ആണ്. ദെൻ ഇപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടായുള്ളത്. എന്താണ്? 9 FADH2ൽ നിന്ന് 2 ATP ഉണ്ടായി. പിന്നെ GTP ഇല്ലേ അവിടെ, ഇവിടെ ഐ തിങ്ക് ഇതാ FAD. ഇവിടെ നിന്ന് നമുക്ക് 2 ATP ഉണ്ടായി, കാരണം ഒരു FAD ഉണ്ടായി. പിന്നെ ഇവിടെ നിന്ന് ഈ GTPയുടെ സ്ഥാനത്ത് നിന്ന് ഒരു ATP ഉണ്ടായി. നോക്കൂ നിങ്ങൾ കണ്ടോ, ഒരു ATP GTP ഉള്ളത്. പിന്നെ നമുക്ക് ഇനി മൊത്തം കണക്ക് കൂട്ടാണ് കേട്ടോ. ഫ്രം
1 പൈറുവിക് ആസിഡ്. അപ്പൊ ഒരു പൈറുവിക് ആസിഡിൽ നിന്ന് നമുക്ക് 12 ATP ഉണ്ടാവും. അതായത് 9, 2, 11, 1, 12. അതുണ്ടായത് ഒരു പൈറുവിക് ആസിഡിൽ നിന്നാണ്. നമുക്കറിയാം ഗ്ലൂക്കോസിന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 പൈറുവിക് ആസിഡാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര ഉണ്ടാവും? 2 പൈറുവിക് ആസിഡിൽ നിന്ന് 12 × 2 24 ATP ഉണ്ടായിരുന്നു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഗ്ലൈക്കോലൈസിസിൽ നിന്ന് നമുക്ക് 8000 രൂപ അല്ലെ 8 ATP ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 8 ATP അവിടെ നിന്ന് നേരത്തെ നമ്മളെ കയ്യില് സ്റ്റോക്ക് ഉണ്ട്. ദെൻ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമ് ആയപ്പോ 6 ATP നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 24 പ്ലസ് 8 പ്ലസ് 6, അപ്പൊ ടോട്ടൽ 38 ATP ആണ് ഈ ക്രബ്സ് സൈക്കിളിൽ എത്തുന്നത് വരെ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അതിൽ നിന്ന് 2 ATP ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 36 ATP ആണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾക്ക് ക്രബ്സ് സൈക്കിൾ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റെസ്പിറേഷനിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക 36 ATP ആണ് കേട്ടോ. ഗ്ലൈക്കോലൈസിസിൽ നിന്ന് 8 ATP, പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമ് ആയി മാറുമ്പോൾ 6 ATP. ഓക്കെ, ഇനി ഞാനൊരു ചെറിയ കാര്യം പറയാം. ഈ NAD ഞാൻ നേരത്തെ പറഞ്ഞു, NAD എന്ന് പറഞ്ഞാൽ നിക്കോട്ടിനമൈഡ് അഡിനിൻ. അത് എഴുതണോ എഴുതണ്ടേ എന്നുള്ളതാണ്. നോക്കട്ടെ. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. GTP ഗുവനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ATP നമുക്കറിയാം അല്ലെ. NAD നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. പിന്നെ ഏതാണ്? FAD ഫ്ലാവിൻ കേട്ടോ. ഫ്ലാവിൻ അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ്. പിന്നെ ഉള്ളത് GTP. GTP എന്ന് പറഞ്ഞാല് ഗുവനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് കേട്ടോ. ട്രൈഫോസ്ഫേറ്റ്. നമുക്ക് ATP എന്ന് പറഞ്ഞാൽ അറിയാലേ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP അല്ലേ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മള് ക്രബ്സ് സൈക്കിളിൽ എത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ATP. ഇപ്പൊ മക്കളെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലോട്ട് എത്തിയിരിക്കുകയാണ്. അതായത് റെസ്പിറേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട്. അതായത് നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞു, പൈറുവിക് ആസിഡിന്റെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ കഴിഞ്ഞു, ആൻഡ് ദെൻ അത് കഴിഞ്ഞ് ക്രബ്സ് സൈക്കിൾ കഴിഞ്ഞു. ഇനി ഇത് അവസാനിക്കാൻ പോകട്ടോ, നിർത്തേണ്ടത്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പലവട്ടം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, എപ്പോഴും ചോദിക്കുമ്പോൾ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഈ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലാണ് കേട്ടോ. മൈറ്റോകോൺട്രിയന്റെ ഉള്ളിലാണ് ക്രബ്സ് സൈക്കിൾ നടക്കുന്നത്. അപ്പൊ ഇനി നടക്കാൻ പോകുന്ന സൈക്കിൾ എവിടെയെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇങ്ങനെ ഇന്നർ മെംബ്രെയിൻ ഇല്ലേ, അപ്പൊ അതിന് നമ്മളിങ്ങനെ പുഴ പോലെ സങ്കല്പിച്ചു കഴിഞ്ഞാല് ഈ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? ലാസ്റ്റ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത്. തെറ്റിക്കരുത്, എപ്പോഴും ചോദിക്കാറുണ്ട്, കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ സ്ട്രെസ് ചെയ്ത് തന്നെ പറയുന്നത്. അപ്പൊ ഞാനിത് എന്താണെന്നുള്ളതെന്ന് പറയാം. എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ? ശരിക്കും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പാത്വേ through which electron passes from one carrier to another and produces energy. ഇവിടെ ഇലക്ട്രോൺ ഇങ്ങനെ പോവാണ്, പാസ് ചെയ്യുക, ഒരിടത്തുനിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ അതുവഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കുക, വാട്ട് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് aerobic respiration? അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ്
എയറോബിക് റെസ്പിറേഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എവിടെ വെച്ച് നടക്കുന്ന മക്കളെ? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ വെച്ചിട്ട്, തെറ്റിക്കരുത്. Then electrons and protons are released from, ആരാണ് ഇലക്ട്രോണൊക്കെ കൊടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ ATP ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കറൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ATP ഉണ്ടാക്കണം എവിടെന്ന്? നിങ്ങൾ നേരത്തെ കണ്ട കുറെ ടീംസ് ഇല്ലേ, NAD, FAD, ഇവരിൽ നിന്നൊക്കെ തന്നെ എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസ് ഇങ്ങനെ പാസ് ചെയ്ത് ആ ഒരു പാസ് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന ATP ആയിട്ട് ഈ ഒരു സൈക്കിളിനെ മാറ്റുക, സ്റ്റോർ ചെയ്ത് വെക്കുക, അതാണ്. അപ്പൊ ഇങ്ങനെ എങ്ങോട്ടാണ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺസ് ആർ റിലീസ്ഡ് ഫ്രം NADH2 FADH2 by oxidation and electrons are passed to oxygen. നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ഓക്സിജൻ എവിടെയായിരുന്നു ഇത്രയും സമയം? ഓക്സിജൻ ഇതുവരെ മിണ്ടാണ്ടിരിക്കുന്നു. ഈ ഓക്സിജൻ ഇപ്പോഴാണ് ദാ വന്നത്. ഓക്സിജൻ ആണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ വലിച്ചു കൊണ്ടുപോകുന്നത്, നടത്താൻ സഹായിക്കുന്നത്. എന്നിട്ട് ഓക്സിജൻ H+ അയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവും, അല്ലേ? റെസ്പിറേഷൻ വഴി വാട്ടർ ഉണ്ടാവുന്ന നമ്മൾ നേരത്തെ അതിന്റെ ഇക്വേഷനിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വിച്ച് ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ? ഈ ക്വസ്റ്റ്യൻ ആണ് ഞാനതൊക്കെ പറയുന്നത് കേട്ടോ. ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ, അവസാനം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് ഓക്സിജൻ ആണ്. ആൻഡ് ദെൻ ഇവിടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് മുഖേനയാണ്. ATP ഉണ്ടാകുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് മുഖേനയാണ്. സോ അതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന ഫോസ്ഫോറിലേഷൻ ഒരു പേര് പറയും, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഫോട്ടോസിന്തസിൽ നമ്മൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പഠിച്ചവരാണ്, അല്ലെ? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയാൻ കാരണം എന്താ? എനർജി ഓഫ് oxidation reduction reactions are utilized for phosphorylation. ഇനി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കിളാണ് കേട്ടോ. നമ്മുടെ NCERT-യിൽ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ട? ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ദാ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. അപ്പൊ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ടീച്ചർ ഇതാകെ കൂടി ഭയങ്കര തല പെരുത്തു പോകുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓക്കെ, നോക്കൂ മക്കളെ, ഇവിടെ ഈ വരച്ചു വെച്ചിട്ടുള്ളത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ളത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ്. ഇപ്പുറത്തോട്ടാകുമ്പോൾ നമുക്കറിയാം മൈറ്റോകോൺഡ്രിയന്റെ ഇടയിൽ ഒരു സ്പേസ് ഇല്ലേ? രണ്ട് മെംബ്രെയിനുകൾക്ക് ഇടയിൽ ഒരു സ്പേസ് കാണുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഈ കാണുന്ന സ്പേസ് ആണ് ഇത്. ഇപ്പുറത്ത് കാണുന്നതാണ് അതിന്റെ മാട്രിക്സ്. ഈ മാട്രിക്സ് ആണ് ഇപ്പുറത്ത്. അങ്ങനെ ഇമാജിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഇനി നമുക്ക് നോക്കാം. ഇതൊക്കെയാ ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇത് ഞാൻ ഓരോന്നായിട്ടാണ് പറയുന്നത്. ഇലക്ട്രോൺസ് ഫ്രം NADH produced in mitochondrial matrix during citric acid cycle are oxidized by NADH dehydrogenase complex 1. എന്നിട്ട് ഇതിന്റെ ഇലക്ട്രോൺസ് യുബിക്വിനോണിലോട്ട് പോകും. ഇവിടെ നിങ്ങൾ നോക്കൂ, അതിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രോൺസ് മാട്രിക്സിൽ നിന്ന് ഈ NADH ഡീഹൈഡ്രോജിനേസ് NADH-ൽ നിന്ന് അത് കോംപ്ലക്സ് 1 എന്നാണ് പറയാ. അതിൽ നിന്ന് ഇലക്ട്രോണുകൾ യുബിക്വിനോൺ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തും. യുബിക്വിനോൺ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ യുബിക്വിനോൺ എന്തായി? റെഡ്യൂസ്ഡ് ആയി, അല്ലേ? ഇനി യുബിക്വിനോണിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എവിടെന്നാ? ഈ കോംപ്ലക്സ് 2 അടാ, ഈ കോംപ്ലക്സ് 2 ഈ സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ഈ സിട്രിക് ആസിഡ് സൈക്കിളിൽ നിന്ന് അവിടെ നിന്നും ഇലക്ട്രോണുകൾ യുബിക്വിനോണിലോട്ട് എത്തും.
ആൻഡ് യുബിക്വിനോണിലോട്ട്, അത് നമ്മുടെ ബുക്കിൽ ഇങ്ങനെ രണ്ടായിട്ട് വരച്ചു വെച്ചത് കൊണ്ടാണ് ഇത് എല്ലാ ഇലക്ട്രോണുകളും വന്നു ചേരുന്നത്. കോംപ്ലക്സ് 1-ൽ നിന്നും കോംപ്ലക്സ് 2-ൽ നിന്നും ഒക്കെ ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് യുബിക്വിനോണിലോട്ടാണ്. ദെൻ ഈ യുബിക്വിനോണ് എന്തായി? റെഡ്യൂസ്ഡ് ആയി മാറി. ഇതാ നോക്കൂ, യുബിക്വിനോൺ ആൾസോ റിസീവ്സ് റെഡ്യൂസിങ് ഈക്വലൻസ് ഫ്രം FADH2. അത് നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് 2-ൽ നിന്ന്. അപ്പൊ കോംപ്ലക്സ് 2-ൽ നിന്നും കോംപ്ലക്സ് 1-ൽ നിന്നും ഇലക്ട്രോണുകൾ വന്ന് നമ്മുടെ യുബിക്വിനോണിലോട്ട് ചേരാണ്. And generated during the oxidation of succinate in citric acid cycle. സിട്രിക് ആസിഡ് സൈക്കിൾ നമ്മൾ നേരത്തെ കണ്ട FAD ഉണ്ടായത് അല്ലേ? അപ്പൊ അവിടെ നിന്നല്ലേ ഇലക്ട്രോണുകളും വന്നിട്ട് യുബിക്വിനോണിലെത്തി. യുബിക്വിനോൺ റെഡ്യൂസ്ഡ് ആയി. ഇപ്പൊ യുബിക്വിനോണിന് ഇലക്ട്രോണിന് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം. ആരാ അത് ഏറ്റെടുക്കുക? റെഡ്യൂസ്ഡ് യുബിക്വിനോൺ ദെൻ ഓക്സിഡൈസ്ഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ടു സൈറ്റോക്രോം C. സൈറ്റോക്രോം C പറഞ്ഞു, നീ കഷ്ടപ്പെടണ്ട, ഞാനൊക്കെ അത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു അല്ലേ? സൈറ്റോക്രോം C. സൈറ്റോക്രോം സിക്ക് ഏത് വഴിയാ കടന്നു പോകുന്നത്? സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഈ എന്ത് ചെയ്തു? റെഡ്യൂസ്ഡ് യുബിക്വിനോണ് തന്റെ ഇലക്ട്രോൺസിനെ ഈ നമ്മുടെ പാവം നിൽക്കുന്ന ഇതാട്ടോ ഒരു സൈറ്റോക്രോം C, സൈറ്റോക്രോം Cയിലോട്ട് എത്തിക്കണം. അപ്പൊ ഇതിലോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? സൈറ്റോക്രോം C1, സൈറ്റോക്രോം B, കോംപ്ലക്സ് 3. ഈ കോംപ്ലക്സ് 3യിലൂടെയാണ് സൈറ്റോക്രോം Cയിലോട്ട് എത്തിച്ചേരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു വെക്കുക. യുബിക്വിനോണിന് കോംപ്ലക്സ് 1-ൽ നിന്നും 2-ൽ നിന്നും ഇലക്ട്രോണുകൾ കിട്ടി. അപ്പൊ യുബിക്വിനോൺ റെഡ്യൂസ്ഡ് ആയി. യുബിക്വിനോൺ ഈ ഇലക്ട്രോൺ ആർക്കെങ്കിലും ഒന്ന് കൊടുത്ത് ഓക്സിഡൈസ്ഡ് ആവണം. അപ്പൊ യുബിക്വിനോൺ എന്ത് ചെയ്തു? ഈ ഇലക്ട്രോണിന് സൈറ്റോക്രോം C പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. സൈറ്റോക്രോം Cക്ക് കൊടുക്കുകയാണ്. അത് ഏതിലൂടെയാണ്? കോംപ്ലക്സ് 3യിലൂടെയാണ്. ദെൻ സൈറ്റോക്രോം C അത് പിന്നെ എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്? കോംപ്ലക്സ് 4യിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, സൈറ്റോക്രോം C ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളത് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയും. അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, എന്നാൽ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട് താനും. എന്ത് ചെയ്തു? ഈ കോംപ്ലക്സ് 4യിലോട്ട് കണ്ട കോപ്പർ, സൈറ്റോക്രോം A3 രണ്ട് കോപ്പർ ഉള്ള ഒരു കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 4. അപ്പൊ ഈ കോംപ്ലക്സ് 3യിൽ നിന്ന് സൈറ്റോക്രോം C വഴി ഇലക്ട്രോണുകൾ കോംപ്ലക്സ് 4യിലോട്ട് എത്തിച്ചേരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ചിത്രം കണ്ട, ഇവിടെ നിന്ന് യുബിക്വിനോൺ ഉണ്ട്, ദെൻ അവിടെ നിന്ന് ഇലക്ട്രോണുകൾ കോംപ്ലക്സ് 3, ദെൻ കോംപ്ലക്സ് 4 കണ്ട, കോംപ്ലക്സ് 4യിലോട്ട് എത്തിച്ചേരും. ദെൻ ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇലക്ട്രോൺ പോകുമ്പോ റെഡ്യൂസ്ഡ് ആവുമ്പോ കൂടെ പ്രോട്ടോൺ കൂടി സൈറ്റോക്രോം C, ഇതാ ഞാനിത് കൊണ്ടുപോകാന്ന് പറഞ്ഞ സൈറ്റോക്രോം C ഇല്ലേ? സൈറ്റോക്രോം C മക്കളെ ഒരു എന്താണ് സൈറ്റോക്രോം C? സ്മോൾ പ്രോട്ടീൻ അറ്റാച്ച് ദ ഔട്ടർ സർഫേസ് ഓഫ് ദ ഇന്നർ മെംബ്രെയിന്റെ ഔട്ടർ സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പാവം പ്രോട്ടീൻ ആണ് കേട്ടോ. അതൊരു മൊബൈൽ കരിയറായിട്ട് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ കോംപ്ലക്സ് 3യിൽ നിന്ന് കോംപ്ലക്സ് 4യിലോട്ട് ഇലക്ട്രോണിനെ കൊണ്ടുപോകും. ഇവിടെ നമ്മൾ കണ്ടു കോംപ്ലക്സ് 4 എന്ന് പറഞ്ഞ സൈറ്റോക്രോം ഓക്സിഡൈസ് കോംപ്ലക്സ് ആണ്. ഇത് ഇങ്ങനെയായിട്ട് അധികം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പറാണ്, എങ്ങനെ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലോട്ട് ചുരുക്കിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ദെൻ കോംപ്ലക്സ് 4 സൈറ്റോക്രോം A3 ആൻഡ് 2 കോപ്പർ സെന്റേഴ്സ്. ഇപ്പോൾ കോപ്പർ സെന്റേഴ്സ് ഉള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് 4th കോംപ്ലക്സ് ആണ് കേട്ടോ. ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ ഇലക്ട്രോണുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇറ്റ്സ് കപ്പിൾഡ് വിത്ത് ATP സിന്തറ്റൈസ്. ATP സിന്തസിസ് നടക്കുന്നുണ്ട്. എങ്ങനെ? കോംപ്ലക്സ് 5ന്റെ സഹായത്തോടെ. നോക്കൂ, ഇലക്ട്രോണുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നോക്കൂ, ATP സിന്തസിസ് നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ATP സിന്തസിസ് നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കപ്പിൾഡ് വിത്ത് ATP സിന്തറ്റൈസ് കോംപ്ലക്സ് 5ലാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്.
NADH നിന്ന് 3 ATP ഉണ്ടാവുന്നു, FADH2 നിന്ന് 2 ATP ഉണ്ടാവുന്നു. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓക്സിജന്റെ റോൾ എന്താണ്. അതായത് ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ പ്രോട്ടോണുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+ അല്ലേ, ഹൈഡ്രജൻ ആക്സെപ്റ്റ്. അപ്പൊ ഈ പ്രോട്ടോണിനെ ഓക്സിജൻ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. ഈ പ്രോട്ടോണിന് ആവശ്യമുള്ള ഒരാൾ അവിടെ ഉണ്ട്. ഓക്സിജൻ പിടിച്ച് വലിച്ചിട്ട് പ്രോട്ടോൺ മുഖേന ഇതുവഴി ഉണ്ടാകുന്ന പ്രോട്ടോണിനെ പിടിച്ച് വലിച്ചിട്ട് വാട്ടറാക്കി മാറ്റുമ്പോഴെന്ത് ചെയ്യാണ്, ഈ ഒരു പ്രോസസ്സിനെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് ഓക്സിജനാണ്. കുറച്ചുകൂടി പ്രോട്ടോൺ താ വാട്ടർ ഉണ്ടാക്കണം അല്ലേ. അപ്പൊ ഈ ഡ്രൈവിംഗ് ഫോഴ്സ് നടത്തുന്ന ആരാണ്? O2 ആണ്. അത് നോക്കൂ, O2 acts as final hydrogen acceptor. It drives the process by removing hydrogen from the system and produces water. Okay. Then ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇൻ റെസ്പിറേഷൻ oxidation reduction reactions are utilized for the production of proton gradient. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, NAD അതുപോലെ തന്നെ FAD ഇതിൽ നിന്നൊക്കെയുള്ള കോംപ്ലക്സുകൾ ഇലക്ട്രോൺസ് ആദ്യം എവിടെ എത്തും? കണ്ട, യുബിക്വിനോണിലോട്ട് എത്തും. യുബിക്വിനോൺ അതിന്റെ ഇലക്ട്രോണുകളെ സൈറ്റോക്രോം 4-ൽ നിന്ന് ഇവിടെ നിന്ന് കോംപ്ലക്സ് 5-ൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ATP സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലെ. കണ്ട, ATP സിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കോംപ്ലക്സ് 5 നോക്കാം. ഇത് നോക്കൂ, കോംപ്ലക്സ് 5 ഇവിടെ ഈ കോംപ്ലക്സ് 5ന്റെ പ്രത്യേകത, കോംപ്ലക്സ് 5 കൺസിസ്റ്റ് ഓഫ് 2 മേജർ കമ്പണൻസ് F1 ആൻഡ് F0. ഈ ചിത്രം ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ. 2 കമ്പണൻസ് ഉണ്ട്. ഇത് F1 ആണ്, ഇത് F0 ആണ്. കണ്ടോ, F1 F0. ഇവിടെ നമ്മൾ നോക്കാം. F1 എന്ന് പറഞ്ഞാൽ ഹെഡ് പീസ് ആണ്, പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ, സൈറ്റ് ഫോർ synthesis of ATP from ADP and inorganic phosphate. കണ്ട, ഇത് ഹെഡ് പീസ് ആണ് F1. അവിടെ വെച്ചിട്ടാണ് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടി ചേർന്ന് മക്കളെ ATP ഉണ്ടാകുന്നത്. F1 ഹെഡ് പീസ് ആണ്. ദെൻ F0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. ചാനൽസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുന്നത് F0 ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ലാബിൽ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രാവശ്യം ഇത് കറക്റ്റായിട്ട് ലാബിൽ ചെയ്യാൻ ചോദിച്ചിരുന്നു. ഇവിടെ ATP ADP എന്നൊക്കെ പറഞ്ഞത്. ഫോർ ഈച്ച് ATP പ്രൊഡ്യൂസ്ഡ് 4H+ പാസ് ത്രൂ F0. ഒരു ATP ഉണ്ടാവണമെങ്കിൽ 4H+ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ടു ദ മാട്രിക്സിക്കൽ. ദെൻ ഇനി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കാൻ പോവാട്ടോ. ഈ റെസ്പിറേഷന് ഇപ്പൊ ഈ റെസ്പിറേറ്ററി ചെയിൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ ഇലക്ട്രോൺ ഇങ്ങനെ കോംപ്ലക്സ് 1-ൽ നിന്ന് 2-ൽ നിന്ന് 1 യുബിക്വിനോണിൽ വന്നിട്ട് കോംപ്ലക്സ് 3-യിലൂടെ സൈറ്റോക്രോം C-യിലൂടെ കോംപ്ലക്സ് 4-ലോട്ട് എത്തുന്നു. പിന്നെ കോംപ്ലക്സ് 5-ൽ നിന്ന് ഈ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് ATP സിന്തസിസ് ചെയ്യുന്നു. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി റെസ്പിറേഷനെ നമ്മൾ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കും. ആ ചോദ്യം എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. അതായത് റെസ്പിറേഷനിൽ കാറ്റബോളിസം നടക്കുന്നുണ്ട്, അനാബോളിസം നടക്കുന്നുണ്ട്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് പ്രോസസ്സാണ്. അനാബോളിസം എന്ന് പറഞ്ഞാൽ സിന്തസിസ് ആണ്, നിർമ്മാണ പ്രക്രിയകൾ അല്ലേ. നിർമ്മിക്കലുണ്ട്, പൊട്ടിക്കലുണ്ട്. സോ ഈ റെസ്പിറേഷനെ നമ്മൾ പറയും ആംഫിബോളിക് പാത്വേ എന്ന് പറയും. Then respiratory pathway involves both catabolism and anabolism. So respiration known as amphibolic pathway. ഇനി ലാസ്റ്റ് സ്റ്റേജിലോട്ട് കിടക്കുകയാണെങ്കിൽ ചേർക്കുന്നത് റെസ്പിറേറ്ററി കോഷ്യന്റ്. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് പകരമായിട്ട് എത്ര ഓക്സിജൻ റിലീസ് ചെയ്യും, അല്ല എടുത്ത റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾ എടുത്ത ഓക്സിജന് അതിന് പകരമായിട്ട് നമ്മൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിട്ടു, ഓക്സിജൻ അല്ലേ എടുക്കുന്നത്. ഓക്കെ, റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ടു ദ O2 കൺസ്യൂംഡ് ഇൻ റെസ്പിറേഷൻ. ഇത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിർത്താണ്ട് എടുത്തൊരു ചാപ്റ്ററാണ് കേട്ടോ.
റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇക്വൽ ടു ദ O2 കൺസ്യൂംഡ് ഇൻ റെസ്പിറേഷൻ. അതിനാണ് എന്ത് പറയാ, റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയാം കേട്ടോ. RQ കേട്ടോ, RQ is equal to വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് O2 കൺസ്യൂംഡ്. ഓക്കെ, ദെൻ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് വെച്ചാൽ നമ്മുടെ RQ 1 ആണ് ഉണ്ടാവുക. ഫാറ്റ് ആണെങ്കിൽ നമ്മുടെ RQ ലെസ് ദാൻ 1 ആണ് ഉണ്ടാവുക. നമ്മൾ കഴിക്കുന്ന ഓർഗാനിക് ആസിഡുകളാണ് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1 ആണ് ഉണ്ടാവുക. പ്രോട്ടീൻ ആണ് വെച്ചാൽ 0.9 അത്രയാണ് RQ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റെസ്പിറേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളത് നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് വെച്ചാൽ അതിൽ കമൻസ് ആയിട്ട് കൊടുക്കുക. ദെൻ നന്നായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇതിന് മാജിക് ഒന്നുമില്ല. പഠിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് പഠിക്കുകയും വേണം, അല്ലാണ്ട് പ്രത്യേകിച്ച് മാജിക് ഒന്നുമില്ല. പിന്നെ കോപ്പി അടിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കോപ്പി അടിച്ചിട്ട് സമാധാനം അല്ലാണ്ടിരുന്ന് എക്സാം എഴുതിയിട്ട് എന്താ കാര്യം? തൽക്കാലം മാർക്ക് കിട്ടുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചില്ലെങ്കിൽ പിടിച്ചാണ്ട് ഇവറാവും ചെയ്യും. അപ്പം അതിലും നല്ലത് നമ്മൾ ഈസി ആയിട്ടിരുന്ന് പഠിക്കുക. പഠിക്കും തോറും നമ്മുടെ എബിലിറ്റി കൂടും. ഓക്കെ, നമ്മുടെ ബ്രെയിന് കുറച്ചും കൂടി ഇത് എല്ലാറ്റിനും ഉൾക്കൊള്ളാനുള്ളൊരു പവർ വരും. അതിനാണ് ഈ പഠിത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീര ചാപ്റ്റർ എന്ന് വെച്ചാൽ ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പറ്റുന്ന രീതിയിൽ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. വെരി ഗുഡ്. താങ്ക് യു.